നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 4 മാസം മുമ്പാണ് കോഴിക്കോട് ചേവരമ്പലത്ത് ദേശീയപാതാ നിർമ്മാണത്തിനായി കുഴിച്ച കുഴിയിൽ വീണ് രഞ്ജിത്ത് എന്ന യുവാവിന് ജീവൻ നഷ്ടമായത്. മുന്നറിയിപ്പ് ബോർഡോ അപായ സൂചനയോ ഒന്നുമില്ലാത്ത റോഡിൽ അപകടം പതിയിരിക്കുന്നതറിയാതെ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു 5 വയസ്സുകാരിയുടെ പിതാവ് അപകടത്തിൽപ്പെട്ടു. അനാഥമായി പോയ കുടുംബം നഷ്ടപരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. ഇന്നലെ ഈ അനാസ്ഥയ്ക്ക് കായംകുളത്ത് നിന്ന് ഒരു ഇര കൂടി ഉണ്ടായി. ദേശീയപാതാ നിർമ്മാണം നടക്കുന്നിടത്ത് ഓടയിൽ വീണ് ആരോമൽ എന്ന യുവാവിന് ദാരുണാന്ത്യം. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് NHAയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഒരു ഭാഗത്ത്, ദേശീയപാതയിൽ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ പെടാതെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്ന ജനം മറുവശത്ത്. അധികൃതരുടെ കണ്ണു തുറക്കാൻ ഇനി എത്ര പേർ മരിക്കണം, എത്ര കുടുംബങ്ങൾ അനാഥമാകണം? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു പാതയിലെ മരണക്കെണികൾ. അതിഥികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്നിടത്ത് ഇന്നലെയുണ്ടായ അപകടത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കലോ, അപകടം ഇനി ഒഴിവാക്കാൻ വേണ്ട തരത്തിലുള്ള എന്തെങ്കിലും നടപടികളോ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ എന്നതാണ് പ്രധാനം. നൂർനാട് സ്വദേശിയായ യുവാവിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഓട നിർമ്മാണത്തിനെടുത്ത കുഴികൾ 1.5 വർഷമായി മൂടാതെ കിടക്കുകയാണ്. അത് അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെ ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. ഒരു അനാസ്ഥയുടെ ഇരയായി ആ ചെറുപ്പക്കാരൻ മാറി. രാത്രിയിലാണ് അപകടമുണ്ടായത്. അവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ബാരിക്കേഡോ, രാത്രിയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വെളിച്ചമോ യാതൊരു സംവിധാനവും അവർ ഒരുക്കിയിരുന്നില്ല. അതിൻ്റെ ഇരയായി ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുന്നു. നേരത്തോട് നേരമാവുകയാണ്. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു ജാഗ്രത, എന്തെങ്കിലും ഒരു അനക്കം ആ മേഖലയിൽ ഉണ്ടാവുന്നുണ്ടോ അശ്വിൻ? രജിത്ത്, എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം മാത്രമാണ് അവിടെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഈ സ്ഥലത്ത് നിന്ന് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളൊക്കെ എടുത്ത് അയക്കുമ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നിടത്ത് അപകടകരമായ സാഹചര്യമായിരുന്നിട്ട് പോലും ഒരു ബാരിക്കേഡോ ഒരു റിബണോ ഒന്നും തന്നെ മറച്ചു കെട്ടിയിട്ടില്ല. അവിടെ ഒരു മുന്നറിയിപ്പോ വെളിച്ച സംവിധാനമോ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ സംഭവത്തിന് ശേഷം നമ്മൾ രാവിലെ അവിടെ എത്തുമ്പോൾ അവിടെ കൃത്യമായി ഈ അപകട സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഒരു റിബൺ വലിച്ചു കെട്ടി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കുറച്ചുനാൾ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ 23 വയസ്സുകാരൻ ഇന്നും നമുക്കൊപ്പം ജീവിച്ചിരുന്നേനെ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. എന്തായാലും അങ്ങനെ ഒരു ബോധം ഇക്കാലം അത്രയും ആ കരാറുകാരന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനപരമായി ഇപ്പോൾ ഉയരുന്ന കാര്യവും. ഇന്നലെ ഒരപകടമല്ല ഉണ്ടായത്, അവിടെ സമാനമായ രീതിയിൽ 2 അപകടങ്ങൾ ഉണ്ടായി. അതിൽ പരിക്കേറ്റ ഒരു 27 വയസ്സുകാരൻ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. 1.5 വർഷമായി ഈ ഒരു ഓട അവിടെ മൂടാതെ കിടക്കുന്നത്. ഓട എന്ന് പറയാൻ കഴിയില്ല. ഏകദേശം 1.5 അടി പൊക്കമുള്ള, ഏകദേശം 7 അടിയിൽ മുകളിൽ പൊക്കമുള്ള ഒരു ആഴ്ചയുള്ളൊരു ആഴമുള്ളൊരു ഓടയാണ്. അത് അണ്ടർഗ്രൗണ്ട് ഡെക്റ്റിന് വേണ്ടി പണിതിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ അടിയിലൂടെ കേബിളുകളും മറ്റുമൊക്കെ റോഡിന്റെ മറുവശത്തേക്ക് എത്തിക്കാൻ വേണ്ടി പണിതിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു കോൺക്രീറ്റിന്റെ ഒരു നിർമ്മിതിയുണ്ട്. അതിലേക്ക് തലയിടിച്ചാണ് ഈ യുവാവ് ഇന്നലെ മരിക്കുന്നത്, അതീവ ഗുരുതാവസ്ഥയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് വീഴുന്നത് വെള്ളം നിറഞ്ഞു കിടക്കുന്നിടത്തേക്കാണ്. ശ്വാസകോശത്തിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു, ചെളിവെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാസ്ഥ ചെറുതല്ല. ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പകൽ സമയത്തുള്ള ട്രാഫിക് നിയന്ത്രണമല്ല രാത്രിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് പകൽ ഈ വഴിയിലൂടെ പോയാൽ രാത്രി അതേ രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അപകടം ഉറപ്പാണ്. അതായത് ഈ പകൽ ഒരു സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പ്രവേശനമില്ല എങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ആ വഴി പ്രവേശനം അനുവദിക്കുന്നുണ്ട് രാത്രി. അപ്പം സ്വാഭാവികമായും പകൽ പോയ അതേ ഓർമ്മയിലായാൽ പോയാൽ അപകടം ഉറപ്പാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. അതിന് കൃത്യമായൊരു പരിഹാര മാർഗം, കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ അത് നിരന്തരമായി ഉണ്ടാകും, അതൊരു തുടർക്കഥയാകും, വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് ഏവരും നൽകുന്ന. ദേശീയപാതയിൽ മാത്രമല്ല മറ്റു റോഡുകളിലും ഇങ്ങനെ അപകടക്കെണി പതിയിരിക്കുന്ന സാഹചര്യമുണ്ട്. വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഉപേന്ദ്രനാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ, അതുപോലെ MK ഹരിദാസ്, സാമൂഹ്യ നിരീക്ഷകൻ, പ്രിയ TV, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അപകടത്തിൽ ജീവൻ നഷ്ടമായ രഞ്ജിത്തിന്റെ ഭാര്യ എന്നിവർ തത്സമയം നമുക്കൊപ്പം ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ പങ്കെടുക്കും. അതിനു മുമ്പ് കോട്ടയത്തേക്കൊന്ന് പോവേണ്ടതുണ്ട്. കോട്ടയത്ത് രാവിലെ വലിയ രീതിയിലുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നതാണ്. ഇരയിൽ കടവ് ബൈപ്പാസിൽ രൂപപ്പെട്ട കുഴികൾ
അത് വാഹനയാത്രക്കാർക്ക് വലിയ ദുരിതമാകുന്നു. അപകടങ്ങളിൽ ആളുകൾ പെടുന്നത് പതിവാകുന്നു. രാത്രികാലങ്ങളിൽ ഇതിനെ സഞ്ചരിച്ച നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. മഴക്കാലം കൂടി എത്തിയതോടെ കൂടുതൽ ഗർത്തങ്ങൾ റോഡിൽ രൂപപ്പെട്ട സാഹചര്യമുണ്ട്. എന്നിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്ന വിമർശനത്തിന് പിന്നാലെ ഇപ്പോഴവിടെ റോഡുകളിൽ കുഴികൾ അടയ്ക്കുന്ന നടപടികൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ടോബി, വിവരങ്ങൾ എന്താണ് ടോബി? ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുഴി നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ആ ദൃശ്യങ്ങൾ നമുക്ക് മറ്റൊരു സ്ക്രീനിൽ കാണിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ആ വലിയൊരു കുഴി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. PWD ഇടപെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ഈ ഒരു ഇരയിൽക്കടവ് ബൈപ്പാസ് ഏകദേശം 2.5 കിലോമീറ്ററാണ്. ആ വഴിയിൽ നല്ല ഒറ്റ സ്ട്രെച്ചാണ്, അതായത് സ്ട്രെയിറ്റ് റോഡാണ്. വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. കോട്ടയത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമാണ് ഈ ബൈപ്പാസ്. ആ ബൈപ്പാസിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുഴി ഉണ്ടായത്. ആ കുഴി അവിടെ കിടന്നത് വലുതായി ഒരു കിണറിന്റെ അത്രയും വലിപ്പമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ കുഴി കണ്ടു. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് വലിയ രീതിയിൽ ടാർ ഇളകി മാറി കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മഴയും ശക്തമായിരുന്നു. അങ്ങനെ മഴവെള്ളം കൂടി വന്നതോടുകൂടി ഈ കുഴികളുടെ എല്ലാം വ്യാപ്തി കൂടുതലായി വലിയ കുഴികൾ രൂപപ്പെട്ടു. വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ പോകുന്ന, യാത്രക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ്. നിരവധി പേർ ഈ കുഴിയിൽ വന്ന് വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. രാത്രികാലങ്ങളിലുള്ള സഞ്ചാരം ഭയപ്പെടുത്തുന്നതാണെന്നാണ് ഇതിലെ കടന്നു പോകുന്നവർ പറഞ്ഞിരുന്നത്. എന്തായാലും അതിനൊരു പരിഹാരമായിരിക്കുന്നു ഇപ്പോൾ PWD ഇടപെട്ട് ആ കുഴി അടയ്ക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിൽ ഇളകി മാറിയ ടാറൊക്കെ മാറ്റി അവിടെ പുതിയ ടാറിംഗ് നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ആ റോഡിൽ ടാർ ഇളകി കിടന്ന സ്ഥലത്തെ ടാർ മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഴികൾ, 2 കുഴികൾ ഉണ്ടായിരുന്നു, വലിയ കുഴികളായിരുന്നു. അത് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. ആ 2 കുഴികളും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. നമുക്കൊരു സന്തോഷ വാർത്ത നമുക്ക് യാത്രക്കാർക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെയാണ് PWD നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മണിപ്പുഴ അപ്പുറത്തുള്ള സിമന്റ് കവലയിൽ വഴി പോകുന്ന മണിപ്പുഴ ബൈപ്പാസിലും വലിയൊരു കുഴിയുണ്ട് എന്ന് അവിടുന്ന് പരാതികൾ വന്നിരുന്നു. ആ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ കൂടി PWD സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. അപകടങ്ങൾ പതിവായ മേഖലയാണ്. അതിങ്ങനെ വാർത്ത വന്നതിന് ശേഷമാണെങ്കിലും ആ കുഴികൾ അടയ്ക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. തുടർന്നും മറ്റു മേഖലകളിലുമൊക്കെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ MK ഹരിദാസ്, സാമൂഹ്യ നിരീക്ഷകൻ, നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, ഒരു ജീവൻ കൂടി നഷ്ടമാവുന്ന സാഹചര്യം. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ദേശീയപാതയിൽ തന്നെ അവിടെ നിർമ്മാണത്തിനിടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്ത സാഹചര്യം, അതുപോലെ ഈ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ രാത്രിയിലൊക്കെ വീട്ടിലേക്ക് ആളുകൾ പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. നേരത്തെ ഞാൻ രഞ്ജിത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. രഞ്ജിത്തിന്റെ ഭാര്യയും ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അവരിപ്പോഴും അതിന്റെ നഷ്ടപരിഹാരത്തിനായി പലയിടങ്ങളിലും കയറി ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരിലേക്ക് വരാം. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിൽ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിവാദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വിള്ളൽ രൂപപ്പെട്ട സാഹചര്യം, അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യം, വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനത് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം. അതിനൊക്കെ ഇടയിലും ദേശീയപാത നിർമ്മാണത്തിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള അനാസ്ഥ, ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഗുരുതരമായ വീഴ്ച ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് MK ഹരിദാസ്? ദേശീയപാത നിർമ്മാണമായാലും PWDയുടെ റോഡ് നിർമ്മാണമായാലും കരാറുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉടലെടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അനാസ്ഥ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാനുണ്ടായ, അല്ലെങ്കിൽ ഒന്നിലേറെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തിൽ ആ കുടുംബങ്ങൾ അനാഥമായി പോകുന്നതിനെ കുറിച്ചിട്ട് ഈ കരാറുകാരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്ന് വേണം കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന്റെ അവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റി ചെയ്തിട്ടുള്ള അങ്ങേയറ്റം പറയില്ലേ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രവർത്തന മുകളില് ജോലിക്ക് പോവുകയായിരുന്ന ഒരു പറവൂർ സ്വദേശി ആ കുഴിയിൽ വീണ് മരിച്ചെന്ന് ഹൈക്കോടതി കരയാണ്. കേസ് കേട്ട ജഡ്ജി പറഞ്ഞത് എനിക്ക് പൊട്ടിക്കരയാനാണ് തോന്നുന്നത്. കാരണം ഇത്രയും അവിടെ അത്തരത്തിലൊരു കുഴി എടുത്തിട്ടുള്ള സ്ഥലത്ത് ബാരിക്കേഡ് വേണ്ട, ഈ റിബൺ കെട്ടാൻ പോലും വാട്ടർ അതോറിറ്റി തയ്യാറായില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കോട്ടയത്തപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ള കുഴിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രാദേശികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അധികൃതർ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള സുരക്ഷയുടെ ഒരു കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടല്ല ഈ പ്രവൃത്തി. നിങ്ങളുടെ റിപ്പോർട്ടർ ദേശീയപാതയുടെ ആലപ്പുഴ ഭാഗത്ത് നടക്കുന്ന പണിയെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അടിക്കടി ഗുരുവായൂരാണ് എൻ്റെ വീട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ ഈ ഇടപ്പള്ളി മുതൽ ചാവക്കാട് വരെയുള്ള ആ സ്ട്രെച്ചിൽ നടക്കുന്നത് ഈ പറഞ്ഞതാണ്. രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഈ ഭാഗത്ത് തുറന്നു കൊടുത്ത റോഡായിരിക്കില്ല, തിരിച്ചു വരുമ്പോൾ നമ്മളപ്പോൾ ആ കണക്കുകൂട്ടലിൽ വരുമ്പോൾ അവിചാരിതമായിട്ടുള്ള ബ്രേക്കിംഗ്, അവിചാരിതമായിട്ട് ഇവർ വെച്ചിട്ടുള്ള ഡിവൈഡർ
സ്ക്വയറിൽ പോയിട്ട് ഇടിക്കല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വിധത്തിലാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇവർ ഈ റോഡ് പണി നടത്തുന്നത്, ഈ നാഷണൽ ഹൈവേയുടെ പണി. ഇപ്പൊ ഞാൻ കർണാടകത്തിലുള്ള എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടു. കർണാടകത്തിലൂടെ ഇപ്പൊ ഏറ്റവും വലിയ ആദ്യമായിട്ട് 6 വരിപ്പാത നമ്മുടെ സൗത്തില് മൈസൂര് തൊട്ടിട്ട് ബാംഗ്ലൂർ വരെയുള്ളത് ഉദ്ഘാടനം ചെയ്തു. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അനാസ്ഥ പേരിൽ ഒരാൾ കുഴിയിൽ വീണ് മരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു അപകടവും വന്നിട്ടില്ല. അപ്പൊ അവിടെ എന്താ, അവിടെ റോഡ് പണി നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഇല്ലാതെ പോകുന്നത് അതാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാനുള്ളത് എന്താ, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടെ ദേശീയപാത കൊണ്ടുവന്നത് എന്നുള്ള അവകാശവാദങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത് എന്നുള്ളത്. റോഡ് വിണ്ടുപൊട്ടുന്നതായാലും റോഡിന്റെ സൈഡ് ഇടിഞ്ഞിട്ട് ഒരു കുടുംബം കാറിൽ സഞ്ചരിക്കുന്ന കുടുംബം രക്ഷപ്പെട്ട കാര്യങ്ങളായാലും ഇത്തരത്തിലുള്ള ദുർബലമായ അവകാശവാദങ്ങൾ നിരത്താനല്ലാതെ എന്താണ് ഈ റോഡ് പണി നടക്കുന്നത് എന്നുള്ളത് ഹരിദാസിന്റെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ടാണ്. അതിൽ തന്നെ കരാറുകാരുടെ ഇടപെടലൊക്കെ വലിയ രീതിയിൽ പരിശോധിക്കേണ്ടതുമാണ്. ഇതിന്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കലാണ് അതിന്റെ വിഷയം. മറ്റുള്ളത് ഈ പാതയുടെ നിർമ്മാണം എന്നുള്ളത് NHAന്റെ കാര്യമാണ് എന്നൊക്കെ സർക്കാരും മന്ത്രിമാരും ഒക്കെ ആവർത്തിച്ച് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അത് സംസ്ഥാനത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. പലതവണ ഈ മേഖലകളിലൊക്കെ ഈ പാതയിൽ വിള്ളലുണ്ടായ പ്രദേശമായിക്കോട്ടെ, തകർച്ച രൂപപ്പെട്ട ഇടങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ മന്ത്രിമാരടങ്ങുന്ന സംഘമൊക്കെ നേരത്തെ പോവുകയും അവിടെ വിലയിരുത്തുകയും പ്രശ്നങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ അവിടെയുള്ള ജനങ്ങളടക്കം ഉന്നയിച്ച വിഷയങ്ങളെ എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. പലയിടത്തും ഈ നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ഈ വലിയ കുഴികൾ രൂപപ്പെട്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഇടങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കണം ഈ വാഴയൊക്കെ വെച്ച് ഈ രാത്രി സമയങ്ങളിൽ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന് യാത്രക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഹരിദാസ്, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളില് ജനങ്ങൾ മുൻകൈയെടുക്കുന്നത് കൊണ്ടാണ് മരണം 1 2 നിൽക്കുന്നത്. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അധികൃതരെ അറിയിച്ചിട്ട് വേണം അധികൃതർ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത്. നിങ്ങളിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അതായത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലോ അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിന് ആര് ഫണ്ട് ചെലവഴിക്കും, ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ ചെലവഴിക്കുന്നത്. അതിന്റെ അവകാശവാദങ്ങളല്ല വേണ്ടത്. ഈ ജോലി കൃത്യമായി ദേശീയപാത അതോറിറ്റി നിർവഹിക്കുന്നുണ്ടോ, അതിൽ കള്ളത്തരമുണ്ടോ, അല്ലെങ്കിൽ ഈ പണി നടക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇത് നടക്കുന്നത്, അങ്ങനെ നടത്താൻ പാടില്ല എന്ന് ഈ ദേശീയപാത അതോറിറ്റിയെയും ഇതിന്റെ കരാറുകാരെയും ഓർമ്മിപ്പിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ആ കാര്യത്തിൽ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ എന്താ ചെയ്യുക? ഇപ്പൊ 2023 മാർച്ച് മാസം 16-ാം തീയതി നെടുമ്പാശ്ശേരി എയർപോർട്ട് കവലയിൽ ഒരു സ്കൂട്ടറുകാരൻ ഒരു കുഴിയിൽ വീണു മരിച്ചു. അന്ന് എന്തൊക്കെയായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ അവകാശവാദം, എന്തൊക്കെയായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശവാദം? ഒരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്, ആ കുടുംബം അനാഥമായി. ഞാൻ നേരത്തെ പറഞ്ഞ പാലാരിവട്ടത്ത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം, അപ്പൊ അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്തരത്തിലുള്ള ജീവൻ പൊലിയുമ്പോൾ അനാഥമാകുന്ന കുടുംബങ്ങളെ ഓർത്തെങ്കിലും സംസ്ഥാന സർക്കാർ ഈ ദേശീയപാതയുടെ പണി കഴിയുന്നത് വരെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇവർ പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് അപകടം വരാത്ത വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ടോ? ഇപ്പൊ 1.5 കൊല്ലമായിട്ട് ഒരു കാനയുടെ ഒരു ഏകദേശം 2 മീറ്റർ ബൈ 2 മീറ്ററിന്റെ ഒരു സ്ഥലത്ത് ഒരു റിബൺ പോലും കെട്ടിയിട്ട് മറച്ചിരുന്നുവെങ്കിൽ രഞ്ജിത്തിന് ഈ ദുരന്തം സംഭവിക്കില്ല എന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത്. അപ്പൊ അതവിടെ കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ സമിതികൾ രൂപീകരിച്ച് ജനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനം അതപ്പതിച്ചുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ പറ്റിയിട്ട് ജനങ്ങളുടെ ജീവൻ ആണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധം ഇനിയും സർക്കാരിന് വന്നിട്ടില്ല. നമുക്ക് ദേശീയപാതകളൊക്കെ വേണമെന്നേ, നമുക്ക് ദേശീയപാതകൾ എത്രയും വേഗം പണി പൂർത്തീകരിക്കണം. ദേശീയപാത ഇല്ലാണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ചിട്ട് ഇപ്പൊ അരൂർ മുതൽ ഏകദേശം ചേർത്തല വരെയുള്ള ആകാശപാതയുടെ 24 പേരല്ലേ ഈ കാലഘട്ടത്തിൽ മരിച്ചിരിക്കുന്നത്. അതിൽ 23 പേരും മരിച്ചിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടല്ല. ആകാശപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഏകദേശം നമ്മൾ പറയും 2 തെങ്ങ് ഉയരത്തിൽ പോകുന്ന ഇത്തരം പാതകളിൽ നിന്ന് ഒരു തകിടിന്റെ കഷ്ണം താഴത്തേക്ക് വീണാൽ മതി അതിൽ താഴത്തൂടെ പോകുന്നവരുടെ പണി തീരാൻ എന്നുള്ള കാര്യം ഈ സംസ്ഥാന ഗവൺമെന്റിനോ ഈ NH ഹൈവേ അതോറിറ്റിക്കോ ഒന്നും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ സ്വയം മുൻകരുതൽ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ശരി, ഞാൻ എം കെ ഹരിദാസിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ പ്രിയ ടി വിയിലേക്കൊന്ന് പോവുകയാണ്. പ്രിയ, ഈ രഞ്ജിത്തിൻ്റെ വാർത്ത, അന്ന് 4 മാസം മുമ്പ് പുറത്തു വന്നിരുന്ന ആ വാർത്ത വലിയ വേദനയോടുകൂടിയാണ് ഞങ്ങളൊക്കെ കേട്ടത്. അതിനുശേഷമുള്ള പ്രിയയുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പ്രതികരണം നമ്മുടെ മനസ്സിലുണ്ട്. ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ളൊരു ഗതി വരരുത് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്രതികരണം. പക്ഷേ അതുപോലെയല്ല, അതാ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമാവുന്നു, അതും ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു ഒരു 5 വയസ്സുകാരിയുടെ പിതാവ്. രഞ്ജിത്തിന് ശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് പ്രിയ ടി വി? ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട എം കെ ഹരിദാസൻ സാറ് പറഞ്ഞു, പാലാരിവട്ടത്തൊരു കേസിൽ ഹൈക്കോടതി കരഞ്ഞു. ഈ കരയുന്ന ഹൈക്കോടതിയും കോടതി നിയമങ്ങളാണ് നമുക്കുള്ളെങ്കിൽ ഞാൻ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഇരുന്ന് കരയാനേ അവർക്ക് കഴിയുള്ളൂ. ഈ കോടതി നിയമങ്ങളുള്ള സമയത്ത് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരോ ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? എനിക്ക് ഈ കോടതിയെ തന്നെയല്ല ഞാൻ സമീപിക്കേണ്ടത്. എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരം, ഈ നഷ്ടപരിഹാരത്തിന് അപ്രോച്ച് ചെയ്യാൻ നിൽക്കാതെ അങ്ങനെ ഒരു നഷ്ടം വരുത്താതിരിക്കാൻ ആരും ശ്രമിക്കണില്ലല്ലോ. കോടതി കരയായിരുന്നു എന്ന് കേട്ടിട്ട് ഈ കോടതിനെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ചെല്ലുക? ഇവരെനിക്ക് വേണ്ടി എന്ത് ചെയ്യും? കരയോ വീണ്ടും? ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും അത് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നഷ്ടപരിഹാരം കൊണ്ട് നികത്താവുന്നതുമല്ല നിങ്ങളുടെ നഷ്ടം, എങ്കിലും ഒരു ആശ്വാസധനം എന്നുള്ള നിലയിൽ അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബം ശ്രമം നടത്തുന്നുണ്ട്. അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് പ്രിയ? നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ആരും എന്താന്ന് പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നമ്മൾ കേസ് ഫയൽ ചെയ്യണമല്ലോ, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ NHA അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പ്രതികരണവും സമീപനവും എന്തായിരുന്നു പ്രിയ? NHA അധികൃതരെ ഇങ്ങോട്ടായിട്ട് അവരാരും ബന്ധപ്പെട്ടില്ല. ഞാൻ ഡയറക്റ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് നിന്നത്. അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിലും മന്ത്രിമാർക്കും എല്ലാം നിവേദനങ്ങൾ നൽകിയിരുന്നു. ശരി, നേരത്തെ ഈ നഷ്ടപരിഹാരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രിയ മുന്നോട്ട് പോകുന്നതൊക്കെ അതൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് അതുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അതിലൊരു പ്രതീക്ഷ പ്രിയയ്ക്ക് നഷ്ടമാവുന്നതും പിന്നീട് ഇനി ഞാൻ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്നൊക്കെ പ്രിയ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ പ്രിയ? ഞാൻ കേസിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നാണ് വക്കീലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അഭിപ്രായം. അപ്പം അതിനായിട്ട് ഇനിയൊരു 1-1.5 ആഴ്ചൻ്റെ ഉള്ളിൽ കേസ് ഫയൽ ചെയ്യും. ശരി, പ്രിയയിലേക്ക് വീണ്ടും വരാം. ഇത് ഇപ്പോൾ ദേശീയപാതയിലെ മാത്രം വിഷയമല്ല, സംസ്ഥാനത്തെ പല റോഡുകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളും അപകടക്കെണികളും പതിയിരിക്കുന്നുണ്ട്. അതൊന്നും അറിയാതെ വീടുകളിലേക്ക് ആളുകൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, തിരികെ വരുമ്പോൾ അവിടെ ഒരു കുഴിയുണ്ട് എന്ന കാര്യം സ്വാഭാവികമായും ഒരാൾ മനസ്സിലാക്കില്ല. അവർ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ അപകടത്തിൽ ചെന്നുപെടുന്നത്. വളരെ ഗൗരവത്തോടുകൂടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾ കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം അയച്ച് മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിലിനെ പോലുള്ള ആളുകൾ അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. കോടികൾ ചെലവിട്ട് MSA ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പാലത്തിന്റെ ടാറിംഗ് ആണ് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ടാറിംഗ് പൊളിഞ്ഞു നീങ്ങിയത് അപകട സാധ്യത ഉയർത്തുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത്. 3 തവണ അറ്റകുറ്റപ്പണി നടത്തിയ പാലമാണ് വീണ്ടും തകരാറിലായിരിക്കുന്നത്. സൂര്യശ്രീ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഇത് വലിയ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയ റോഡാണ് എന്നുള്ളതായിരുന്നു. അതാണ് തകർന്നു പോകുന്നത്. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? ഇതിനുള്ളൊരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ജനപ്രതിനിധികളുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു സൂര്യ? ശ്രീജിത്ത്,
പണിതിട്ടും പണിതു തീരാത്ത പാലം എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിൽ തേവര കുണ്ടന്നൂർ പാലത്തിന്റെ ഒരവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 തവണയാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി തേവര കുണ്ടന്നൂർ പാലം അടച്ചിട്ടത്. അതിൽ 3ാമത്തെ തവണ ഇത്തരത്തിൽ ഒരു അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ തന്നെ വലിയൊരു ഉറപ്പിന് ശേഷം ജനങ്ങൾക്കൊക്കെ തന്നെ വലിയൊരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ പാലം തുറന്നു നൽകിയത്. ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസോൾട്ട് എന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പാലത്തിൽ ടാറിംഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ ടാറിംഗ് ഇളകിപ്പോവുകയോ നീങ്ങുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ ടാറിംഗ് പൊളിഞ്ഞു പോവുകയില്ല എന്ന് വലിയൊരു ഉറപ്പ് ഹൈക്കോടതിക്കടക്കം കൊടുത്തതിന് ശേഷമാണ് ഈ കുണ്ടന്നൂർ തേവര പാലം തുറന്നിട്ടത്. 3ാമത്തെ തവണ 20 ദിവസം അടച്ചിട്ടാണ് ഈ പാലം അറ്റകുറ്റപ്പണിയൊക്കെ തന്നെ നടത്തിയത്. കോടികളാണ് ഈ പാലത്തിലെ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയായി 6 മാസം ആകുന്നതിന് മുന്നേ തന്നെ ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ പാലത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ അങ്ങോളം ഇങ്ങോളം തന്നെ ഇത്തരത്തിലുള്ള വലിയ ടാറിംഗ് തെന്നി മാറി വലിയ രീതിയിലുള്ള ഒരു ഹമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പാലത്തിന്റെ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ കുഴികൾ രൂപപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. 3ാമത്തെ തവണ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ പാലത്തിന്റെ പലയിടത്തും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ടായ സമയത്ത് തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അടക്കം ഇത്തരത്തിൽ കരാറുകാരോട് ആവശ്യപ്പെട്ടതാണ് ഇതിലെ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി മാറ്റണമെന്നൊക്കെ തന്നെ. പക്ഷേ ഇവര് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകില്ല. സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് എന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പാലം പണിത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉറപ്പുണ്ട് ഈ പാലത്തിൽ പെട്ടെന്ന് തന്നെ യാതൊരുവിധ തകരാറും ഉണ്ടാകില്ലെന്നുള്ള വലിയ ഉറപ്പാണ് നൽകിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. നിലവിൽ ജനപ്രതിനിധികൾ മരട് നഗരസഭ ഈ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കാനിരിക്കുകയാണ്. മരട് മുൻ വൈസ് ചെയർമാൻ നിവേദനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. ഇവരൊക്കെ തന്നെയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിലവിലെ ഈ ഒരു പാലത്തിന്റെ അവസ്ഥ? നിലവിൽ ഈ പാലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം 6 മാസം മുമ്പാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത്. ഏതാണ്ട് 10,80,00,000 രൂപ ഫണ്ട് അനുവദിച്ച് ചെയ്ത പാലമാണിത്. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് എന്ന UWC എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മാത്രം 8ഓളം സമരങ്ങൾ നമ്മളിവിടെ നടത്തി. ബഹുമാനപ്പെട്ട മരട് മുനിസിപ്പൽ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ അവരുടെയൊക്കെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ഈ പാലത്തിന്റെ വർക്ക് തന്നെ തുടങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാം, 6 മാസത്തോളമായാലും ഇപ്പോൾ ഈ അവസ്ഥ കണ്ടില്ലേ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ചെറിയൊരു പൊടിമഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. 2 വീലറുകാർ ഈ കുഴികളിൽ വീണ് സ്കിഡായി പല പ്രാവശ്യം ഇവിടെ ആൾക്കാർ വീണു ഇപ്പോൾ ഈ അടുത്ത് തന്നെ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, സർക്കാർ ശ്രദ്ധിക്കേണ്ടത് NH അധികൃതർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പല പ്രാവശ്യം പറഞ്ഞതല്ലേ, പല പ്രാവശ്യം സമരം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഇത് ടാർ ചെയ്ത് പോയത്. അതും ഏതാണ്ട് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്ത് ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും ഈ പാലം ഇപ്പോൾ തെറുത്ത് കയറി കുണ്ടും കുഴിയും പോലെയാണ്. ഈ പാലത്തിൽ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ, ഇവിടെ തൊട്ടടുത്ത് കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ളതാണ്. അവിടെ പോകുന്ന ലേഡീസ്, 2 വീലറിനാണ് പോകുന്ന കുട്ടികളുമായിട്ട്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ നിന്നപ്പോൾ ഒരു കുട്ടിയായിട്ട് പോയായിരുന്നു. ഈ ചരിവിലേക്ക് കയറി കഴിഞ്ഞാൽ സ്കിഡായി പോകും. ഓട്ടോമാറ്റിക്കാണ്. അവർ ശ്രദ്ധിക്കില്ല മഴക്കാലത്ത്. ഇപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും, മഴക്കാലത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇപ്പോൾ തിങ്കളാഴ്ച മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെ രാവിലെയും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിരുന്നു ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്. ഇത്തരത്തിലുള്ള ഈ കുഴികളൊക്കെ തന്നെ പാലത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഈ കുഴികളിലൊക്കെ തന്നെ പതിയിരിക്കുന്നത് വൻ അപകടമാണ്. മഴയൊന്ന് നീണ്ടു നിന്നാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് ഈ കുഴികളിലൊക്കെ ഉണ്ടാകുന്നത്. രാവിലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ തന്നെ ഈ പരാതി നമ്മളോട് പങ്കുവച്ചിരുന്നു. ഏതായാലും വലിയൊരു ഉറപ്പിന്മേൽ പണിത പാലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 മാസം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിലാണ് ഇത്തരത്തിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. അപകടങ്ങൾ അവിടെ തുടർക്കഥയാണ് എന്ന് പ്രദേശവാസികൾ, യാത്രക്കാരൊക്കെ പരാതി പറയുന്നു. വലിയ ജർമ്മൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ജനങ്ങൾക്കും അറിയില്ല. കരാറുകാരാണോ ഇതിൽ വില്ലന്മാരായി നിൽക്കുന്നത്, അതോ അവരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരാണോ, സർക്കാർ സംവിധാനങ്ങളാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ബാക്കിയാകുന്നു. അതിനിടയിൽ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന, ആളുകൾക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനുള്ള ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്ന ചോദ്യം. MK ഹരിദാസ്, നേരത്തെ ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കോടതി തന്നെ പല ഘട്ടങ്ങളിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തിയതാണ്. അതിൽ തന്നെ കോടതി ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കുഴികൾ നിറഞ്ഞ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ജനമെന്താ സർക്കസ് പഠിക്കണോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇങ്ങനെ പരസ്പരം പഴിചാരലല്ല, കരാറുകാരെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം, ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം, അങ്ങനെ പരസ്പരം പഴിചാരലല്ല, ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നതടക്കം കോടതി പലതവണ വിവിധ കേസുകളിലായി വിവിധ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ ഇടപെടലിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണോ യാഥാർത്ഥ്യം? ശ്രീ ഹരിദാസ്.
അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പ്രിയയോട് പറയാനുള്ളത്, പ്രിയ, ഞാൻ ആ പറഞ്ഞ വാക്ക് കോടതി കരഞ്ഞു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യത്തിലുള്ളൊരു വാക്ക് തന്നെയാണെന്ന് പറഞ്ഞത്. ആ കുടുംബത്തെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കരയുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പ്രിയ മനസ്സിലാക്കുക, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അവസാനം ആശ്രയിക്കാനുള്ളത്, അമ്മ നമ്മളെ തല്ലുമ്പോഴും നമ്മൾ അമ്മയെ വിളിച്ച് കരയുന്നത് പോലെ നമുക്ക് അവസാനമുള്ളത് കോടതിയാണ്. നമുക്ക് രാഷ്ട്രീയക്കാരെ എത്ര ശതമാനം വിശ്വസിക്കാം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ എത്ര ശതമാനം വിശ്വസിക്കാം, കോടതിയെ എത്ര ശതമാനം വിശ്വസിക്കാം എന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുക കോടതിയാണ്. അപ്പൊ കോടതികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ കോടതി അന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഇതേമാതിരി തന്നെ ഒരു TV ചർച്ചയിൽ അങ്ങേയറ്റം, കാരണം ആരാണോ ആ മരണത്തിന് ആകത്തക്ക തോതിൽ അവിടെ തെറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് എന്ത് ശിക്ഷയും നൽകാൻ ഉത്തരവാദപ്പെട്ട കോടതി തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കരച്ചിൽ വരുന്നു ഇത്തരത്തിലൊരു സംഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ഒരു നമ്മൾ പറയില്ല ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നിങ്ങൾക്ക് കോടതി തന്നെയാണ് ശരണം. പക്ഷെ നിങ്ങൾ ആ പറഞ്ഞതിൽ, നിങ്ങളുടെ വക്കീൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞതിൽ പ്രിയ ശ്രദ്ധിക്കുക. എൻ്റെ സ്വന്തം സഹോദരിമാരിയാണ് ഞാൻ പറയുന്നത്. ഇതൊരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് എന്ന് നിങ്ങൾക്ക് ഈ പൈസ കിട്ടാനാണ് നമ്മുടെ കോടതികളുടെ അവസ്ഥ അറിയില്ലേ? കാരണം 15ഉം 20ഉം കൊല്ലമായിട്ടുള്ള കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. നിങ്ങളുടെ വക്കീലിനെ അറിയാതെ ആയിരിക്കില്ല ഒരു പക്ഷെ. ഞാൻ ഇതിനൊരു ഉപാധി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ലോക് അദാലത്ത് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് കേവലം 2 കൊല്ലം കൊണ്ട് തീർപ്പ് കൽപ്പിക്കുകയാണ്. അതിന് പിന്നെ അപ്പീൽ നിൽക്കുക ഹൈക്കോടതിയിൽ മാത്രമാണ്. സ്വാഭാവികമായിട്ട് ലോക് അദാലത്തിലെ കേസുകളിൽ ഒരു ഫൈനൽ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതികളിൽ അപ്പീൽ പോലും വളരെ റയറാണ്. അതുകൊണ്ട് ഇതൊരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള നഷ്ടത്തിന്റെ, നിങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു സിവിൽ സ്യൂട്ടിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. കാരണം 7, 3, 10 കൊല്ലമെങ്കിലും മിനിമം ആ കാര്യം മുൻപോട്ട് പോകും. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഹാജരാകുക ഡൽഹിയിൽ നിന്ന് കൊടി കെട്ടിയ അഭിഭാഷകരാണ്. അവരൊക്കെ വന്നിട്ട് ഇത് സിവിൽ കോടതിയിലിട്ട് വലിപ്പിച്ച് നീട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു ചെറിയ ഉപദേശം ഒരു സ്വന്തം സഹോദരനെ മാതിരി ഞാൻ നൽകുകയാണ്. പിന്നെ നേരത്തെ രഞ്ജിത്ത് ഈ കുണ്ടന്നൂർ തേവര പാലത്തിന്റെ കാര്യം പറഞ്ഞു, ജർമ്മൻ സാങ്കേതിക വിദ്യ എന്നോട് ചോദിച്ചതിലേക്ക് ഞാൻ വരാട്ടാ. ജർമ്മൻ സാങ്കേതിക വിദ്യ, ജപ്പാൻ സാങ്കേതിക വിദ്യ, അമേരിക്കൻ സാങ്കേതിക വിദ്യ, ഇത് കുത്തരിച്ചോറാണെങ്കിൽ താളല്ലേ കറി എന്നൊരു ചൊല്ലുണ്ട്. ഈ എന്ത് സാങ്കേതിക വിദ്യയിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 1 രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ 50 പൈസ സ്വന്തം പോക്കറ്റിലേക്ക് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ സംഗതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അതിന്റെ 100% ഫലപ്രാപ്തിയിൽ തീർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ, എന്നോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാനിപ്പോൾ ഉത്തരം പറയുന്നത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീക്ക് 24 മണിക്കൂറിനകം നമ്മുടെ സംസ്ഥാന സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടൊരു ചർച്ച നടത്തിയിട്ട് ഒരു താൽക്കാലിക നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? കാരണം അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കുറ്റപ്പെടുത്തിയിട്ട് കാലാകാലം ഇരിക്കാനുള്ള ഒരു ആയുധമായിട്ട് തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ ഇത്തരത്തിൽ പ്രിയയുടെ കുടുംബത്തിന് വന്നിട്ടുള്ള ആപത്തുകൾ ഹൈലൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് ആ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു ചർച്ചയെങ്കിലും നടത്തിയിട്ട് ഇവർക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾ ഇത്ര കൊടുക്കണം. അതുമാതിരി തന്നെ സംസ്ഥാന സർക്കാരിനും വാരിക്കോരി ചെലവാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ താൽക്കാലികമായിട്ട് ഒരു ധനസഹായം നൽകാൻ എന്തുകൊണ്ടാണ് അവർ മടിക്കുന്നത്? അപ്പൊ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ, ഏത് സർക്കാരിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. ജീവനും സ്വത്തും സംരക്ഷിക്കുക, സ്വത്തിനെ അതിന്റെ പാട്ടിൽ വിടുക. ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വീട്ടമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് കോടതി കയറേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അവരുടെ അനാസ്ഥ കൊണ്ടല്ല. അവരുടെ ഭർത്താവ് ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയോ ചെയ്യുമ്പോൾ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്ക് നടത്തുന്നിടത്ത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആ പാവം ഒരു കുഴിയിൽ വീണ് മരിച്ചതിന്റെ പേരിൽ ഇത്തരത്തിൽ കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ നീതി നിയമ സംവിധാനം എത്തി എന്ന് പറയുന്നത് അപച്യുതിയാണ്, അപച്യുതി. ഇത്തരത്തിലൊന്നും നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ കരാറുകാരും ആരോമലിന്റെ വാർത്ത കേട്ടത് മുതൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഈ ചർച്ചയ്ക്ക് തീരുമാനിക്കുന്നത് മുതൽ ഈ പ്രിയ ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചതാണ്. അതിന്റെ കാരണം കാലങ്ങളായി പ്രിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ സഹായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ സമീപിക്കുകയും പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും അവർക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല. അവരൊരു പ്രതീക്ഷ അറ്റുപോയ സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കുക എന്ന തീരുമാനത്തിലേക്ക് കടന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ
സമീപിച്ചിരുന്നു. ഒരു സഹായം കിട്ടുമോ എന്നുള്ള കാര്യം അവർ അന്വേഷിച്ചിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. അതിനുശേഷമാണ് കോടതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രിയയുടെ ആവശ്യം കൂടി വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഈ ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കേണ്ടതാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രിയ ഈ ചർച്ചയുടെ ഭാഗമാക്കിയത്. പ്രിയയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഉപേന്ദ്രനാരായൺ കൂടി, റോഡ് സുരക്ഷാ വിദഗ്ധൻ കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായൺ, ഒരു ജീവൻ കൂടി കായംകുളത്ത് വലിയൊരു അനാസ്ഥയുടെ ഭാഗമായി യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിക്കാതെ അവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിലൊരു കെണി, മനഃപൂർവ്വമായ ഒരു കെണി ഒരുക്കി വെക്കുന്നത് പോലെ അവിടെ ഒരു ഓട നിർമ്മാണം, ആ കുഴിയിലേക്ക് വീണ് 23-27 വയസ്സ് മാത്രം പ്രായമുള്ള ആരോമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം. ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും നാട്ടുകാർ നിരന്തരമായി പരാതി പറഞ്ഞിട്ടും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടം പിടിച്ചിട്ടും കോടതി അടക്കം ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടും ഗൗരവത്തോടു കൂടി ഇടപെട്ടിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപേന്ദ്രനാരായൺ? ഉത്തരവാദിത്വമില്ലായ്മ ഒന്ന് തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാർത്ത ഈ പറഞ്ഞ കായംകുളത്ത് KPAC ജംഗ്ഷനിലുണ്ടായ ആരോമലിൻ്റെ മരണമാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ കേൾക്കുന്നത് ടോം ചാക്കോ, അതായത് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടു അയാളുടെ അപ്പൻ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ടോൾ കൊടുക്കുന്ന പാതയിലും മരണം, ടോൾ കൊടുക്കാനായിട്ട് നിർമ്മിക്കുന്ന പാതയിലും മരണക്കിണികൾ. ഇതൊരു മാൻമെയ്ഡ് കില്ലിംഗ് ആണ്, ആദ്യമായിട്ട് പറയട്ടെ. കാരണം ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ദേശീയപാത അതോറിറ്റി ആയിരക്കണക്കിന് കോടി രൂപയാണ് നിർമ്മാണ സ്ഥലങ്ങളിൽ, അതിനൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, അതിൽ വർക്ക് സൈറ്റ്, അതിനുള്ള സൈൻ ബോർഡ്, റിഫ്ലക്റ്റീവ് ഹൈ ഇൻറ്റൻസിറ്റി ഗ്രേഡ് സൈൻ ബോർഡ് വെക്കണം, റിഫ്ലക്റ്റീവ് റിബൺ ഘടിപ്പിക്കണം, കൂടാതെ ബാറ്റൺ വെച്ചിട്ട് മാനുവലായിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യണം, കൂടാതെ വാർണിംഗ് ബ്ലിങ്കേഴ്സ് വേണം, രാത്രി കാലത്താണെങ്കിൽ ലൈറ്റ് ഘടിപ്പിക്കണം. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിലുണ്ട്. ഞാനത് വായിച്ചതാണ്. അപ്പോൾ നിർമ്മാണ കമ്പനികൾ എന്ന് പറയുന്നത് രണ്ട് തരം കമ്പനികളാണ്. ഒന്ന് ഫസ്റ്റ് കോൺട്രാക്ടർ, ഒറിജിനൽ കോൺട്രാക്ടർ, NHAയുമായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കിട്ടാനായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ആദ്യത്തെ കോൺട്രാക്ടർ. ഇപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആൾ സംസാരിച്ച അങ്ങനെയാണ്, 100 കോടിക്ക് അദ്ദേഹം കരാറെടുക്കും, 50 കോടിക്ക് സബ് കോൺട്രാക്ടർക്ക് മറിച്ചു കൊടുക്കും. ആ ആൾ ഒരു 15 കോടി രൂപ ലാഭം എടുത്തിട്ട് 35 കോടിക്ക് ഈ 100 കോടിയുടെ റോഡ് പണി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് തള്ളിക്കളയാൻ പറ്റുന്നതും ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നതും ഇതിനകത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കേരളത്തിലെ PWD റോഡ് മാനുവൽസിലുണ്ട്. കൂടാതെ വേൾഡ് ബാങ്ക് നമുക്ക് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു റോഡ് പണിയുമ്പോൾ വർക്ക് സൈറ്റിലെ എന്തൊക്കെയാണ് ഡിസിപ്ലിൻസ്. അവിടെ സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് വേണം, മെൻ അറ്റ് വർക്ക് സൈൻ ബോർഡ് വേണം, വാർണിംഗ് ബ്ലിങ്കർ വേണം. കാരണം നിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് നിർമ്മാണ സ്ഥലത്തൂടെ ട്രാഫിക് അനുവദിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു നിർമ്മാണം നടക്കുമ്പോൾ എൻ്റയർ സ്ട്രെച്ച് ഡൈവേർട്ട് ചെയ്ത് വേറെ റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരേ റോഡിൽ തന്നെ നിർമ്മാണവും നടത്തും, അതേപോലെ തന്നെ ട്രാഫിക്കും പോകും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന മരണനിരക്ക് കുത്തനെ കൂടാനുള്ള ഉപേന്ദ്രനാരായൺ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ന്യായീകരിക്കാനായി ഉന്നയിക്കുന്ന ഒരു വാദം അത് ഈ കരാറുകാരുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്, അവരുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. പക്ഷേ ഇങ്ങനെ കരാറുകാരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് കസേരയിൽ ഇരിക്കുക എന്നൊരു പ്രശ്നമാണല്ലോ അവിടെ ഈ പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് ഉപേന്ദ്രനാരായൺ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇന്നത് ചർച്ചയ്ക്കെടുത്തു. ഇന്ന് ആലപ്പുഴ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ഞാനുമായിട്ട് ഇതിനു വേണ്ടി മാത്രം സംസാരിച്ചു. അപ്പോൾ കായംകുളം DYSPയോട് രാവിലെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഞാനൊരു നിർദ്ദേശം വെച്ചത് ഈ കരാറുകാരനെ കൂട്ടുപ്രതിയാക്കാമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ വേണ്ടതാണ്. കാര്യം അയാളുടെ പിടിപ്പുകേട് കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ് ഇന്ന് കായംകുളത്ത് 2 അപകടം ഉണ്ടായി. ആരോമൽ കൂടാതെ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് 2 വീലർ ഓടിച്ചു പോയ ഒരു സ്കൂട്ടർ ഓടിച്ചു പോയ പയ്യൻ ഗർത്തത്തിലേക്ക് വന്നു, മണ്ണെടുത്ത കുഴിയിലേക്ക് വീണിട്ട് അയാളുടെ ഫേസ് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിപ്പോയി. അയാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കയറ്റിയേക്കാണ്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിലാണ് KPAC ജംഗ്ഷനും KSRTC ആയിട്ടുള്ള ദൂരം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ രാവിലെ കേൾക്കുന്ന 2 അപകടങ്ങളാണ്. ഇപ്പോൾ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം മേടിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങൾ
അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DSP എന്നോട് പറഞ്ഞു അതെന്തോ ആട്ടെ. പക്ഷേ റോഡ് സുരക്ഷിതമായിട്ട് ഒരുക്കാനുള്ള ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കുമുണ്ട്, കരാർ കമ്പനിക്കുമുണ്ട്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇത് ദേശീയപാത ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കയ്യിലായിരുന്നു. അത് നിർമ്മാണത്തിനും മെയിൻ്റനൻസിനുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഫോം ആവുന്നത്. അതിനു മുമ്പ് വരെ 2000 വരെ ദേശീയപാത അതോറിറ്റി ഇല്ലാത്ത സമയത്ത് സ്റ്റേറ്റിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. 2 ഡിവിഷനാണ്. ഒന്ന് PWD റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷനും മറ്റൊന്ന് കേരള സ്റ്റേറ്റ് PWD നാഷണൽ ഹൈവേ ഡിവിഷനും. അതിനൊരു ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും ധാരാളം സെക്ഷൻ ഓഫീസേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഓരോ ടെറൈനും അറിയാം, ഓരോ വർക്കും അറിയാം. അപ്പോൾ അത് കാര്യക്ഷമതയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഒന്നാകെ ഇന്ത്യയിലെ റോഡുകൾ മൊത്തമായിട്ട് അവർ എടുത്തിട്ട് ടോൾ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. ടോൾ കമ്പനികളാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ തന്നെ ഡിസൈൻ ചെയ്യും, അവർ തന്നെ അവരുടേതായ മെത്തഡോളജി, അതായത് ഇതിന് പല നോംസ് ഉണ്ട്. ഇപ്പോൾ IARC ഇന്ത്യൻ റോഡ് കോൺഗ്രസ് കോഡ് ഓഫ് പ്രാക്ടീസ് എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഓരോ റോഡും പണിയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റോഡ് നേരെ 90 ഡിഗ്രി വെട്ടി താഴ്ത്തി റോഡ് പണിയാണ്. അതെല്ലാം ഇടിഞ്ഞു വീഴും. കാര്യം അതിനപ്പുറത്തോട്ട് മാറി ഒരു 10 സെൻറ്റ് സ്ഥലം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ സ്ലാൻഡായിട്ടാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്, പണിയേണ്ടത്. പിന്നെ റോഡിൻ്റെ കൺസ്ട്രക്ഷന് ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്, റോക്ക് സബ് ബേസ് വേണം. അല്ലാതെ കളിമണ്ണും ചെളികൊണ്ടും അല്ല സബ് ബേസ് ഉണ്ടാക്കേണ്ടത്. ഈ റോക്കിൻ്റെ പുറത്ത് ഗ്രാവലിട്ടിട്ട് മെറ്റലിട്ടിട്ട് വൈബ്രേറ്റിംഗ് റോളർ ഇട്ടിട്ട് ഉറപ്പിച്ചാണ് റോഡ് നിർമ്മാണം നടത്തേണ്ടത്. അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, ഓരോ കാര്യത്തിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ കൂരിയാടിലെ ഇഷ്ടിക വെച്ചേക്കുന്ന ഈ കല്ല് കണ്ടില്ലേ, അതെല്ലാം പൊട്ടിപ്പൊളന്ന് പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ മഴയ്ക്ക് തന്നെ പൊട്ടിപ്പോയി. കാര്യം അതിനകത്ത് സ്റ്റേറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസേ ഉള്ളൂ. പിന്നെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നതാണ് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ മറ്റന്നാളെ കളക്ടർ മീറ്റിംഗ് വിളിക്കും, ദേശീയപാത അതോറിറ്റിയും വിളിക്കും, ആദ്യത്തെ ഒറിജിനൽ കരാറുകാരനെയും വിളിക്കും. അവരുടെ അനാസ്ഥ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കും അവരെ കൂടി അക്യൂസ്ഡ് ആക്കും. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൻ്റെയും കോൺട്രാക്റ്റുടെ എഗ്രിമെൻറ്റിൻ്റെ എല്ലാം കോപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത് സംഭവിച്ചത് 2000-ന് ശേഷമാണ്. മറ്റ് സ്റ്റേറ്റിലൊക്കെ ഈ മാതിരി ക്ലൈമറ്റ് അല്ല. അവിടെ ഇപ്പോൾ തന്നെ ഇന്ന് ടോം ചാക്കോയുടെ അപകടം തന്നെ കണ്ടില്ലേ, അവിടെ 80 കിലോമീറ്റർ സ്പീഡാണ്. അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റൂട്ട് പെട്രോളിങ് വേണം. ഞാൻ ഈ ഹൈവേയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതായത് എല്ലാ അരമണിക്കൂറിലും ഒരു വാനിൽ റൂട്ട് പെട്രോൾ ഓഫീസർമാർ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. തെറ്റായ രീതിയിൽ ഓടിക്കുന്നവനോട് മാറ്റി നിർത്താൻ പറയും. ടയർ ബ്രേക്ക് ഡൗണായി നമ്മൾ പഞ്ചറായി കിടന്നാൽ അവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും. പെട്രോൾ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ 5 ലിറ്റർ പെട്രോൾ നമുക്ക് തരും. പക്ഷേ ആ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഒരിടത്തും തന്നെ ഈ മണ്ണുത്തി പാതയിൽ തന്നെ എവിടെങ്കിലും റൂട്ട് പെട്രോളിംഗ് ഓഫീസർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡെഡ് ആനിമൽ റിമൂവർ, ഒരു പശു കുറുക്കി ചാടി, ഒരു ഡോഗ് കുറുക്കി ചാടി ചത്താൽ അതിനെ ഹാഫ് ആൻ അവറിൽ ബെറി. ശരിയാണ് ശ്രീ ഉപേന്ദ്രനാരായൺ, 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇതിൽ ദേശീയപാത അതോറിറ്റിയുടെ റോഡുകളിൽ മാത്രമല്ല അല്ലാത്ത റോഡുകളിലും സമാനമായ പ്രശ്നവും ഈ അപകടക്കെണിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമീപകാലത്തുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ കാര്യങ്ങളിൽ കൂടി കൂടുതലായി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലായി ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ വിള്ളൽ പ്രശ്നം, വിവാദം, നാട്ടുകാരുടെ പ്രതിഷേധം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആ പ്രശ്നം വന്നതിന് ശേഷവും ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സജീവമായി ഉയരുന്നതാണ്. അതിനവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു സമിതി രൂപീകരിച്ചു, ഈ കരാർ കമ്പനിക്കെതിരെ നടപടി ഉണ്ടായി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പല മേഖലകളിലും ഇപ്പോഴും നേരിട്ടെത്തിയ ഒരു പരിശോധനയ്ക്ക്, അല്ലെങ്കിൽ നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് സമ്മതിക്കാനോ അവർ തയ്യാറാവുന്നില്ല, അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, നേരിട്ട് അവിടെ പരിശോധന നടത്താൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ ചില മേഖലകളിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ കേരളത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ കൂരിയാടൊക്കെയാണ് വലിയ വിഷയങ്ങൾ ഉണ്ടായത്. അവിടെയൊന്നും നേരിട്ടുള്ള ഒരു സന്ദർശനം ഉണ്ടായില്ല എന്നുള്ള വിമർശനം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പാകത്തിലുള്ള ഇടപെടൽ NHAയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാവുന്നില്ല എന്ന വിമർശനം. ഇപ്പോൾ കായംകുളത്തൊക്കെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നത് NHAയ്ക്ക് അറിയില്ല, അവർക്കത് നേരിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്? ഉപേന്ദ്രനാരായൺ. യെസ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസർമാർ
പ്രോജക്ട് ഡയറക്ടർമാർ, എഞ്ചിനീയേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നത് മീണ എന്ന് പറയുന്ന സാറാണ്. മീണ അദ്ദേഹമാണ് എൻ്റയർ കേരളത്തിൻ്റെ ചുമതല. ആൻസി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്ട് ഡയറക്ടറാണ് പാലക്കാട്ടിരിക്കുന്നത്. നമ്മുടെ തൃക്കാക്കര ഇരിക്കുന്ന മറ്റൊരു റെഡ്ഡിയാണെന്ന് തോന്നുന്നു, ആന്ധ്രാപ്രദേശുകാരനൊരു ഓഫീസറാണ്. അവരൊന്നും ഈ പറഞ്ഞ ഫീൽഡിലേക്ക് വരില്ല. അവർ ഓഫീസിലിരുന്നിട്ട് കിട്ടാവുന്ന പണം കരാറുകാരിൽ നിന്ന് മേടിക്കുക, കൈക്കൂലി മേടിക്കുക എന്നല്ലാണ്ട് അവർക്കെന്ത് ഛേദം? കേരളത്തിലെ ആൾക്കാർ കുഴിയിൽ വീണു മരിക്കുന്നു, അല്ലെ റോഡിൽ വണ്ടി ഇടിച്ചു മരിക്കുന്നു, അവർക്കെന്ത് ഛേദം? അതേസമയം ഞാൻ 10-25 കൊല്ലം മുന്നിലേക്ക് പോവാണ്. ഇപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അവർക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെ അപകടം ഉണ്ടാവും. നമുക്ക് നേരിട്ട് ജോസഫ് സാറിനെ കണ്ടു പറയാം, സാർ ഇന്നടുത്ത് ഇന്ന വിഷയമുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി മറ്റേ രീതിയിൽ ചെയ്യണം. അവർ ചെവി കൊടുക്കും. ഈ ദേശീയപാത അതോറിറ്റി എഞ്ചിനീയേഴ്സ് ഒന്നും കേരളത്തിനോട് ഒരു താല്പര്യമില്ല, അവർ ചെവി കൊടുക്കില്ല. അവർ വന്നിട്ട് ഓഫീസിലിരിക്കുക, അവർക്ക് കിട്ടാനുള്ള കാശ് എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കുക. അതിൻ്റെ പ്രധാന കാരണം ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഓഫീസർ, ഒരു എഞ്ചിനീയറെ കരാറുകാരൻ്റെ ഇടയ്ക്ക് വെക്കും. ആ കരാറുകാരൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ദേശീയപാത അതോറിറ്റിയെ ധരിപ്പിക്കാൻ വീഡിയോ എടുത്ത് കൊടുക്കണമെന്നാണ് നിയമം. ഇപ്പോൾ കൂരിയാട് സംഭവം എടുക്കാൻ പോയ അയാളെ ഡിസ്മിസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ കരാറുകാരൻ എന്ന് പറയുന്നത് വലിയ വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഇപ്പം കൂടുതലും കേരളത്തിൽ പണിയുന്ന ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റിലും ബ്ലാക്ക് ലിസ്റ്റ് പെട്ട കുറേ റെഡ്ഡി കമ്പനികളാണ്. ഇപ്പം GIPL എന്ന് പറയുന്ന കമ്പനിയാണ് എടപ്പള്ളി മണ്ണുത്തി പാതമണിഞ്ഞത്. 2010 തൊട്ട് ടോൾ പിരിവ് നടത്തി, 2025 പണി തീർന്നിട്ടില്ല. നിങ്ങളാരെങ്കിലും തൃശ്ശൂർ പോകുന്നവരോട് ചോദിക്കുക, ഇത്ര ദുരിതയാത്ര. ഇപ്പം നമ്മുടെ ആ ദുരിതയാത്ര എന്ന് വെച്ചാൽ അണ്ടർപാസ് പണിതിട്ടില്ല, ഫ്ലൈ ഓവർ പണിതിട്ടില്ല, സർവീസ് റോഡ് പണിതിട്ടില്ല. നമ്മൾ ടോൾ കൊടുത്താണ് ഈ ദുരിത യാത്ര ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം തന്നെ നോർത്ത് വെസ്റ്റായിട്ട് പണിയുന്ന NH66. അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന 650 കിലോമീറ്റർ ദൂരത്തിലാണ്. 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്താം എന്നുള്ള പ്രോമിസാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നത്. 6 മണിക്കൂർ പോയിട്ട് 16 മണിക്കൂറായാലും നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ശരി, ശ്രീ ഉപേന്ദ്രനാരായൺ, ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കളുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടത് അത് ഈ പ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പ്രിയയെ താങ്കൾക്കറിയാം എന്ന് കരുതുന്നു. 4 മാസം മുമ്പ് ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ എടുത്ത കുഴിയിൽ രാത്രി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കുഴിയിൽ വീണ് ജീവൻ നഷ്ടമായ രഞ്ജിത്തിന്റെ ഭാര്യയാണ്. അവർ ഇപ്പോൾ നഷ്ടപരിഹാരത്തിനായി കയറിയിറങ്ങാത്ത സ്ഥലമില്ല. അവർ പ്രതീക്ഷയറ്റുകൊണ്ട് കോടതിക്ക് മുമ്പിലേക്ക് പോകാൻ പോവുകയാണ്. അവർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അവരോട് ഉപേന്ദ്രനാരായൺ പറയാനുള്ളത് എന്താണ്? ശ്രീ ഉപേന്ദ്രനാരായൺ. അത് ബഹുമാനപ്പെട്ട ഹരിദാസ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഒരു സിവിൽ കേസിലേക്ക് പോയാൽ പ്രിയ അമ്മുമ്മച്ചിയായ തന്നെ ഈ കേസ് തീരില്ല. കാര്യം പല സിവിൽ കേസും മിനിമം ഒരു കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി വരാനായിട്ട് മിനിമം 6 കൊല്ലം എടുക്കും ഇപ്പോഴത്തെ നിലയിൽ. പിന്നെ അടുത്ത അപ്പർ കോർട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും 6 കൊല്ലം എടുക്കും. അത്രയും 12 കൊല്ലമായി. പിന്നെ അതിന് മുകളിൽ ജില്ലാ കോടതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും 10 കൊല്ലം എടുക്കും. എത്രയായി? 22 കൊല്ലമായി. അപ്പോൾ ദയവ് ചെയ്ത് കലൂര്, നമ്മുടെ എറണാകുളത്ത് കലൂര് ഈ പറഞ്ഞ രീതിയിൽ ഒരു കോടതിയുണ്ട്. 2 കൊല്ലം കൊണ്ട് പ്രിയയ്ക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നല്ല ഒരു അഡ്വക്കേറ്റിന് പൈസ കൊടുക്കേണ്ട അവിടെ തന്നെ ലോയേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. കേരള ലീഗൽ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അവിടെ അഡ്വക്കേറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ദയവ് ചെയ്ത് മാഡം അവിടെ ചെന്ന് കലൂര് ചെല്ലുക. ഈ പറഞ്ഞ പല അഡ്വക്കേറ്റ്സും ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി വാദിക്കും, അവരെ രക്ഷിക്കും. പ്രിയയുടെ വിഷയം കൂടി ഈ ചർച്ചയ്ക്കൊപ്പം വളരെ ഗൗരവത്തോടു കൂടി പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട വിഷയമാണ്. ഒരുപക്ഷെ ആളുകൾക്കൊന്നും അന്നത്തെ ആ വാർത്ത ആളുകളുടെ മനസ്സിലുണ്ടാവുമെങ്കിലും അതിനുശേഷം പ്രിയയ്ക്കും പ്രിയയുടെ കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ആർക്കും അത്ര ധാരണ ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു രഞ്ജിത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രിയ ഇപ്പോൾ ഒരു ചെറിയൊരു ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നാൽ ഉറപ്പായും പ്രിയയ്ക്ക് അനുകൂലമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന കാര്യം നിസ്സംശയമാണ്. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡോ ഒരു ബാരിക്കേഡോ ഒരു തരത്തിലുള്ള സംവിധാനവും ഒരുക്കാതെ ഒരു പാവം മനുഷ്യൻ യാത്ര ചെയ്യുന്നതിനിടെ, വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. ഇപ്പോൾ ഉപേന്ദ്രനാരായണനും അതുപോലെ ഡോക്ടർ MK ഹരിദാസും ഒക്കെ പറഞ്ഞത് പ്രിയയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. നിയമ പോരാട്ടം തുടരുക, അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടാകും. പ്രിയയുടെ പ്രതികരണം എങ്ങനെയാണ് പ്രിയ? നന്ദിയുണ്ട്. എനിക്ക് ഇങ്ങനൊരു അറിയില്ലായിരുന്നു. ഞാനും
കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാൻ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പം ഈ കല്ലൂരുള്ള ഓഫീസിൽ പോയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ചയിൽ എറണാകുളത്ത് പ്രിയ, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എറണാകുളത്ത് എന്തുവിധ സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ, ഞാൻ ചെയ്തു തരണ്ടേ കേട്ടോ. ഓ താങ്ക് യു സർ, താങ്ക് യു. ഞാൻ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നോക്കുകയാണ്. പ്രിയ, ഈ നിയമ നടപടിയുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിന് ആരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ടോ, അതോ സ്വന്തം നിലയ്ക്കാണോ പോകുന്നത് പ്രിയ? ലീഗൽ സർവീസ് അതൊരു സൊസൈറ്റീൻ്റെ ആളുകൾ അന്ന് വന്നിരുന്നു. അവർ അപ്രോച്ച് ചെയ്തോളാൻ പറഞ്ഞിരുന്നു. എന്ത് സഹായവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇനി ഞാൻ ഫസ്റ്റ് ഒന്ന് അവരെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ മൂവ് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഇതുവരെ വേറെ നമ്മളെ ഫാമിലി എന്നുള്ള സപ്പോർട്ടല്ലാതെ പുറത്തുനിന്ന് പിന്നെ നമ്മളുടെ നാട്ടുകാരുടെയും സഹായങ്ങൾ, അവരും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാന്നുള്ള ഇതിൽ തയ്യാറായിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു മകളല്ലേ അല്ലേ? അതെ. എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? എവിടെയാണ് പ്രിയ? ഞാൻ കോഴിക്കോട് തലക്കുളത്ത് ഒരു മാനസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അബ്ദുൽ അസീസ് മെമ്മോറിയൽ മാനസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഈ അപകടം നടന്നതിന് ശേഷം ഈ നഷ്ടപരിഹാരവുമായി കിട്ടാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിനൊക്കെ പിന്നാലെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ആരെങ്കിലും ബന്ധപ്പെടുകയോ സഹായം നൽകാം എന്നൊരു ഉറപ്പ് നൽകുകയോ ചെയ്തിരുന്നോ പ്രിയ? ഞാൻ ഇപ്പം നമ്മൾ കളക്ടറേറ്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഓരോ ഇൻഫോർമേഷൻസ്, അതായത് മുഖ്യമന്ത്രിയുടെ സഹായനിധി അങ്ങനെയുള്ളതിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പേഴ്സണലി ആളുകൾ പറഞ്ഞിട്ട് അതിനു വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പം നമ്മൾ അതിനു വേണ്ടി കളക്ടറേറ്റിൽ ഡയറക്റ്റ് ചെന്നപ്പം അവിടുന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സഹായത്തിന് അപ്ലൈ ചെയ്യണമെന്ന്. ഞാൻ അതിന് അപ്ലൈ ചെയ്ത ഡോക്കറ്റ് നമ്പറുമായിട്ട് അവിടെ ഒരു ദിവസം പോയിരുന്നു. വേറെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡോക്കറ്റ് നമ്പർ. അപ്പം അവിടുന്ന് ഡയറക്റ്റ് അവർ MLAയുടെ PA വിളിച്ചു. MLAയുടെ കവറിംഗ് ലെറ്ററും കൂടി ഇതിന് വെക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹെൽപ്പോടെയാണ് അങ്ങനെയൊരു കാര്യം നടന്നത്. അവിടുന്ന് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് MLAയുടെ PA കോൺടാക്ട് ചെയ്തിട്ട് ആണ് ഞാൻ, അല്ലാതെ ഫസ്റ്റ് ടൈം എനിക്ക് അവിടുന്ന് MLAയുടെ ഭാഗത്തുനിന്ന് ആരും ഇങ്ങനെ ഇതുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ ആണ് ആ ഇൻഫർമേഷൻ തന്നത്. ശരി, എന്തായാലും പ്രിയ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. ഉറപ്പായും ആ നിയമ പോരാട്ടത്തിൽ പ്രിയയ്ക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ട സഹായം ഇപ്പോഴത്തെ MK ഹരിദാസിനെ പോലുള്ള ആളുകളൊക്കെ എറണാകുളത്ത് അതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും വിളിച്ചാൽ മതി എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇത് മഴക്കാലമാണ്. വലിയ രീതിയിൽ വെള്ളം കയറിയാൽ റോഡുകളിലെ കുഴിയൊന്നും ആളുകൾ കാണില്ല എന്നുള്ളതും അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടൊരു കാഴ്ച, അത് ഈ റോട്ടിൽ വലിയ വിള്ളൽ, ദേശീയപാതയിൽ വലിയ വിള്ളൽ, അവിടെ ഈ വിള്ളലിനകത്ത് ടാർ ഒഴിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് അവിടെയുള്ള ജോലിക്കാർ പോയി. പിന്നീട് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതിന് പിന്നാലെയാണ് അവിടെ ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്നുള്ള കാര്യമെങ്കിലും പുറത്തേക്ക് അറിയുന്നത്. അങ്ങനെ തീർത്തും ഉത്തരവാദിത്വമില്ലാത്ത സമീപനം, അത് വലിയ അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആരോമലിനെ പോലെ രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി അവിടെ നിൽക്കുകയാണല്ലോ ഹരിദാസ്. തീർച്ചയായിട്ടും, എന്താ സംശയം? ഒരു ദുരന്തത്തിൽ നിന്നും, എത്ര വലിയ ദുരന്തമാകട്ടെ, എത്ര ജീവൻ പൊലിഞ്ഞ ദുരന്തമാകട്ടെ, അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ് നമ്മുടെ അധികൃതര്. അതായത് സർക്കാരും സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും. അവരൊന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെയൊന്നും ഒരു പാഠവും കേരളത്തിൽ പഠിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഇത്തരം ദുരന്തങ്ങളുടെ മനസ്സിലാക്കാൻ. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എന്തു പോയി? ആ ദിവസം പരമാവധി ഒരു പ്രസ്താവന പത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ TV ചാനലിന്റെ മുമ്പിലോ ഇത് അങ്ങേയറ്റം ഞങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിനപ്പുറം ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് അപകടമൊന്നും പറ്റാതെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകേണ്ട ഒരു സംവിധാനം ഒരുക്കേണ്ട ചുമതലയിൽ നിന്നും ഇവരൊക്കെ വിട്ടുനിൽക്കുന്നതിന്റെ, നമ്മൾ പറയില്ലേ, ദുസ്സൂചനകളാണ് നമുക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ കയ്യോ കാലോ ഒടിയല്ല, ജീവൻ നഷ്ടപ്പെട്ടിട്ട് കുടുംബങ്ങൾ അനാഥമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഞാൻ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിനും കൂടി സമയം തീരാറായി അറിയാം.
MLA-യുടെ മകന് പിൻവാതിൽ നിയമനം നൽകിയ ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയാണ് റദ്ദാക്കിയത്. സുപ്രീം കോടതിയിൽ പോയപ്പോഴും നിലനിൽക്കില്ല, ഈ ജോലി കൊടുക്കാൻ യാതൊരുവിധ അർഹതയുമില്ല എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ജീവനക്കാരുടെയും അതുമാതിരി തന്നെ കരാറുകാരുടെയും അനാസ്ഥ കൊണ്ട് പൊലിയുന്ന ജീവൻ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലികമായിട്ടൊരു ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അപകടകരമായ ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു. കാരണം ഇത്തരത്തിൽ അപകടം പറ്റിയാൽ 24 മണിക്കൂറിനകം, വേണ്ട ഒരാഴ്ചക്കകം കരാറുകാരിൽ നിന്നും ഒരു നിശ്ചിത തുക അപകടം പറ്റുന്ന കുടുംബത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തരം കരാർ ഒപ്പിടുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി എഴുതി ചേർക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തൊരു കേസ് നടക്കുന്നുണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണെങ്കിലും പരമാവധി ഇത്തരം കേസുകൾ നീട്ടിക്കൊണ്ടു പോകുക വഴി അതിന് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കോടതിക്ക് പോലും ആവാത്ത സാഹചര്യം നിലനിൽക്കെ ഇത്തരക്കാർക്ക് ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിയയെ പോലുള്ള ശരി ശ്രീ M.K. ഹരിദാസ്, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഉപേന്ദ്രനാരായണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കിയതിനു ശേഷം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. രഞ്ജിത്ത്, എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റി 2000-ന് ശേഷം 2006-ലാണ് ടോൾ പാതകൾ പ്രൈവറ്റ് ഏജൻസികളെ കരാറുകാരെ ഏൽപ്പിക്കാം BOT എന്നുള്ള വ്യവസ്ഥയിൽ. അന്ന് ഇന്ത്യ മഹാരാജ്യം സാമ്പത്തികമായിട്ട് ഇത്രത്തോളം ശക്തിയുള്ളതായിരുന്നില്ല. ഇനി ടോൾ പാത വേണോ അതോ ഈ ടോൾ കണ്ടീഷൻസ്, നിർമ്മാണത്തിലെ കണ്ടീഷൻസ് കരാറുകാരൻ നിർമ്മിക്കുകയും കരാറുകാരൻ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ദേശീയപാത അതോറിറ്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ കേരളത്തിന് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടും കൂടി നിർമ്മാണ ചെലവ് കേരളത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് സത്യസന്ധമായിട്ടും ന്യായമായിട്ടും ചെയ്യാവുന്ന രീതിയിൽ, കാര്യം നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ടെറൈനും കേരളത്തിലെ എഞ്ചിനീയേഴ്സ് അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷനായിട്ട് ഞാൻ ഈ ചർച്ചയിൽ പറയുകയാണ് രഞ്ജിത്തെ, ഇത് ദേശീയപാത അതോറിറ്റി ഡൽഹി കിടക്കുകയാണ്, അവർ വന്ന് നോക്കുകയില്ല. അവർ ഒരു പരാതി, ഞാൻ തന്നെ 1000-കണക്കിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു റോഡ് സേഫ്റ്റി ഒന്നും ഞങ്ങളുടെ ജോലിയല്ല, അത് സ്റ്റേറ്റിൻ്റെ ജോലിയാണ്. ഇപ്പം ടോൾ പാത എന്ന് പറയുന്ന ടോൾ പാതയിലാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളുടെ വണ്ടി ഇടിച്ച് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചത്. അത് ടോൾ പിരിക്കുന്ന പാതയാണ്. അപ്പോൾ ടോള് പിരിക്കുന്നതിന് മുമ്പുള്ള പാതയിലും അപകടക്കെണിയാണ്, ടോൾ പിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അപകടക്കെണിയാണ്. അതുകൊണ്ട് കേരളത്തിലെ റോഡുകൾ നിർമ്മാണ പ്രവർത്തനം കേരളത്തിന് തിരിച്ചേൽപ്പിക്കണം. അത് മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ. കാര്യം നമുക്ക് മാക്സിമം തിരുവനന്തപുരം വരെ പോയാൽ മതി. ഇപ്പം ഈ പറഞ്ഞ ശ്രീമതിക്ക് ഡൽഹി പോയി വർത്തമാനം പറയാൻ പറ്റുമോ? അപ്പം ജനങ്ങളെ കൊണ്ട് ഇത് ബലമായിട്ട് ടോൾ കൊടുപ്പിക്കുക, ഗുണ്ടായുസം കാണിപ്പിക്കുക. ഒരു സ്പെസിഫിക്കേഷനും അവർ മീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ റൂട്ട് പെട്രോളിംഗ് ഇല്ല, എന്താ പറയുന്നത്, അടിപ്പാത, മേൽപ്പാത, സർവീസ് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ്, റിക്കവറി ക്രെയിൻ, ഇതൊന്നും ഇല്ലാതാണ് മണ്ണുത്തി ടോൾ വിരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നിലയ്ക്ക് നിർത്തേണ്ടത് കരാറുകാരെയാണെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. അവരിൽ നിന്ന് അടക്കം നഷ്ടപരിഹാരം ഈടാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈടാക്കേണ്ടതുണ്ട്. ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ, നിരപരാധികളായ മനുഷ്യർ തുടർച്ചയായി ഇങ്ങനെ അവരുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം അത് പ്രതിഷേധാർഹമാണ്. നമ്മുടെ പാതയിലുടനീളം, അത് ദേശീയപാതയായിക്കോട്ടെ അല്ലാത്ത പാതയായിക്കോട്ടെ, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള മരണക്കെണികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് നമ്മൾ പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.